Good afternoon, all of you. Okay, page number 34. അതില് ആദ്യത്തെ ഫസ്റ്റ് വൺ അർത്ഥം അറിയാം അല്ലെ. ഒന്ന് വസിക്കുക, താമസിക്കുക അല്ലെങ്കിൽ പാർക്കുക അല്ലെ. വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? താമസിക്കുക അല്ലെങ്കിൽ പാർക്കുക. ഓക്കെ. നെക്സ്റ്റ് ആശ്ചര്യം. എന്താണ് ആശ്ചര്യപ്പെട്ടു പറഞ്ഞാല്? അത്ഭുതം അല്ലെ, അത്ഭുതം. നെക്സ്റ്റ് ഭൃത്യൻ, വേലക്കാരൻ അല്ലെങ്കിൽ പരിചാരകൻ. ഏതെങ്കിലും ഒന്നും അതിലുണ്ട് അർത്ഥം. നിങ്ങൾ എന്ത് ചെയ്യണം? ഇന്ന് നോട്ടില് പാഠം എത്രയാണ് നമ്മുടേത്? 8. പാഠം 8 സ്വർണ്ണ പക്ഷിന്ന് ഹെഡിങ് എഴുതിയിട്ട് ഒന്ന് അർത്ഥം എഴുതുക എഴുതി. ഒന്ന് വസിക്കുക, പാർക്കുക. 2 ആശ്ചര്യം, അത്ഭുതം. 3 ഏതാ? ഭൃത്യൻ, വേലക്കാരൻ. നെക്സ്റ്റ് എന്താ? വിഡ്ഢി, വിഡ്ഢി മഠയൻ അല്ലെ. വിഡ്ഢി എന്ന് പറഞ്ഞാല് മഠയൻ. കവാടം, വാതിൽ അല്ലെ, ഡോർ. കവാടം, കവാടം എന്ന് പറഞ്ഞാല് വാതിൽ. നെക്സ്റ്റ് പണ്ഡിതൻ, കൂടുതൽ അറിവുള്ളവൻ അല്ലെ, അല്ല പരിജ്ഞാനമുള്ളവൻ, പാണ്ഡിത്യമുള്ളവനാണ് പണ്ഡിതൻ. ഓക്കെ, അപ്പൊ കൂടുതൽ അറിവുള്ളവൻ. നെക്സ്റ്റ് രണ്ടാമത്തെ ആക്ടിവിറ്റി എന്താണ്? ഒരേ അർത്ഥം വരുന്ന ഈ 2 പദങ്ങൾ ചതുരത്തിൽ നിന്ന് കണ്ടുപിടിച്ച് എഴുതാം അല്ലെ. ഒരേ അർത്ഥം വരുന്ന പകരം പദം എഴുതാന്ന് എഴുതിയാൽ മതി നിങ്ങൾ കേട്ടില്ല. എന്നിട്ട് എന്ത് എഴുതുക? സ്വർണം. സ്വർണം എന്ന് പറഞ്ഞാൽ അറിയില്ല നിങ്ങൾക്ക്? സ്വർണം എന്താണ്? കാഞ്ചനം, കനകം അല്ലെ. കാഞ്ചനം എന്ന് കേട്ടിട്ടുണ്ടോ? ബന്ധൂര കാഞ്ചന കൂട്ടിലാണെങ്കിലും. കാഞ്ചനം എന്ന് പറഞ്ഞാൽ സ്വർണ്ണക്കൂട്ടിലും ആണെങ്കിൽ എന്നാണ് അർത്ഥം. കാഞ്ചനം എന്ന് പറഞ്ഞാൽ സ്വർണം, കനകം എന്ന് പറഞ്ഞാലും സ്വർണം. ഓക്കെ, അപ്പൊ സ്വർണത്തിന്റെ 2 പര്യായ പദങ്ങളാണ് ഏതൊക്കെ? കാഞ്ചനും കനകവും. അതിലുണ്ട്. കോളത്തിൽ എന്ത് ചെയ്യണം? നിങ്ങള് എടുത്തെഴുതിക്കോ നീറ്റില്. ഇപ്പൊ നോട്ടിൽ ഇത് എഴുതണം കേട്ടോ. അന്ന് എഴുതണ ഹെഡിങ്. യെസ്, പറഞ്ഞോളൂ. എന്താണ് ദേവാഞ്ജന? ഒന്നുകൂടി പറയണോ? പറയാം. ഓക്കെ, പറയാം. അപ്പൊ എന്താണ് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? നോട്ടിൽ പാഠം 8 സ്വർണ്ണ പക്ഷിന്ന് ഹെഡിങ് എഴുതുക. എന്നിട്ട് അർത്ഥം എഴുതുക എന്ന് എഴുതുക. എല്ലാവർക്കും കേൾക്കുന്നില്ലേ? എബിൻ ബിജു ക്ലിയർ ഇല്ലേ? എബിൻ ബിജു ഓക്കെ, കേൾക്കുന്നുണ്ടല്ലേ? കേൾക്കുന്നില്ലേ മക്കളെ എല്ലാവർക്കും? ആദിദേവേ, ശ്രീദേവേ കേൾക്കുന്നില്ലേ? ഓക്കെ. അപ്പോ രണ്ടാമത്തെ എന്താണ്? അത് മുഴുവൻ. അൽനാഗസ്റ്റിന് കേൾക്കുന്നില്ലേ? ഓക്കെ. അപ്പൊ ആദ്യം നമ്മൾ അർത്ഥം എഴുതുക നോട്ടിൽ എഴുതണം നിങ്ങളത്. എന്നിട്ട് വസിക്കുക. സേറ റോസ് എഴുതുന്നുണ്ടോ നീ? ടെക്സ്റ്റിൽ എഴുതാൻ പറ്റുന്ന ഓൺ ടൈമിൽ നിങ്ങൾ എഴുതണം. എഴുതി കാണിച്ചേ പറ്റൂ. സേറ, അപ്പോ നിങ്ങൾ ഇന്ന് തന്നെ എഴുതണം. ഇപ്പൊ എഴുതുന്നവർക്ക് എഴുതാം. ഈ സമയം തന്നെ നിങ്ങൾക്ക് നോട്ടിൽ എഴുതുന്നെങ്കിൽ നിങ്ങൾ എഴുതിക്കോ നോട്ടിലും. എന്ത്? വസിക്കുക, പാർക്കുക, ആശ്ചര്യം, അത്ഭുതം, ഭൃത്യൻ, വേലക്കാരൻ, വിഡ്ഢി, മഠയൻ, കവാടം, വാതിൽ, പണ്ഡിതൻ, കൂടുതൽ അറിവുള്ളവൻ അല്ലെ. അത്രയാണ് അർത്ഥം എഴുതാനുള്ളത്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ എന്താണ്? ഒരേ അർത്ഥം വരുന്ന ഈ 2 പദങ്ങളിൽ ചതുരത്തിൽ നിന്നും കണ്ടെത്തി എഴുതാന്നില്ലേ? നിങ്ങൾ എന്ത് എഴുതുക? ഹെഡിങ് അത്രയും വരിങ്ങനെ എഴുതണ്ട. നിങ്ങൾ പകരം പദം എഴുതുകയെന്ന് എഴുതുക, അല്ലെങ്കിൽ പര്യായ പദങ്ങൾ എഴുതുകയെന്ന് എഴുതുക. എന്താ ഷംവിലെ? പര്യായ പദങ്ങൾ എഴുതുകയെന്ന് എഴുതുക. ഓക്കെ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? സ്വർണം, കാഞ്ചനം, കനകം. അർത്ഥം ശരിക്കും നിങ്ങൾ പഠിക്കണേ. ഓരോ ദിവസം എടുക്കുന്ന ഭാഗങ്ങൾ നിങ്ങൾ അന്നന്ന് പഠിക്കുക. അപ്പൊ അത് വലിയൊരു ഭാരമായി തോന്നൂല നിങ്ങൾക്ക് ഓൺ ടൈമിൽ തന്നെ പഠിച്ചെടുത്തു കഴിഞ്ഞാൽ. അപ്പൊ നെക്സ്റ്റ് രണ്ടാമത്തെ എന്താണ്? പക്ഷി, വിഹകം, പതംഗം. പക്ഷിയിൽ എന്താണ്? വിഹകം, പതംഗം, പറവ, ഖഗം.
ഇതൊക്കെ എഴുതാം നിങ്ങൾക്ക് വേണമെങ്കിൽ. അപ്പൊ ഇതിൽ നമുക്ക് എഴുതാൻ ഏതൊക്കെയാണ് ഇതിന്റെ ബ്രാക്കറ്റിലുള്ളത് എന്തൊക്കെയാണ്? വിഹഗം, പതംഗം അല്ലെ? ഈ രണ്ട് കാര്യങ്ങളാണ് അതിലുള്ളത്. ഫസ്റ്റ് വൺ സ്വർണത്തിന് കാഞ്ചനം, കനകം. അടുത്ത് എഴുതിയ മക്കളെ നോക്കിയിട്ട് തെറ്റാതെ എഴുതണം. അപ്പൊ പക്ഷിയുടെ വിഹഗം, പതംഗം അല്ലേ? മൂന്നാമത്തത് ഭൃത്യനാണ്. ഭൃത്യന്റെ ഏതൊക്കെയാണ് നിങ്ങളൊന്ന് പറഞ്ഞേ മിസ്സിനോട്. ഭൃത്യൻ ഏതൊക്കെയാണ് അതിൽ ലാസ്റ്റ് വൺ രണ്ടെണ്ണുള്ളത്? അപ്പൊ വേലക്കാരൻ, പരിചാരകൻ അല്ലേ? ഓക്കെ, വേലക്കാരനും പരിചാരകൻ. എടുത്ത് എഴുതിക്കോ, ശ്രദ്ധിച്ച് എഴുതിക്കോ. വേലക്കാരൻ, പരിചാരകൻ. അപ്പൊ രണ്ടാമത്തെ എന്താ ഹെഡിങ് എഴുതേണ്ടത്? നോട്ടിൽ എഴുതുമ്പോ പര്യായ പദം എഴുതുക, അല്ലെങ്കിൽ എന്ത് എഴുതുക? പകരം പദങ്ങൾ എഴുതുക എന്ന് എഴുതുക. അത്രയും വലിയൊരു ഹെഡിങ് നിങ്ങൾ എഴുതണ്ട അതിലുള്ളത്. ഇത് രണ്ടു ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. അപ്പൊ അത് കഴിഞ്ഞോ? ഫിനിഷ്? ഓക്കെ, ഗുഡ്. സൂര്യദേവേ എഴുതി അല്ലേ? തെറ്റിക്കാതെ എഴുതണം. നിങ്ങൾ നോക്കി എഴുതും, എന്നാലേ നിങ്ങൾക്കത് എക്സാമിന് നിങ്ങൾ പഠിക്കുമ്പോൾ അത് ക്ലിയർ ആയിട്ട് കിട്ടും. അല്ലെങ്കിൽ തെറ്റായിരിക്കും നിങ്ങൾ എഴുതുന്നത്. അതുകൊണ്ട് നിങ്ങൾ നോട്ടും നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് മിസ് പറയുന്നത്. എഴുതുമ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് എഴുതുക. എന്തേ ആഗ്നസേ, എന്തെങ്കിലും പറയാനുണ്ടോ? ആഗ്നസ് പ്ലീസ് അൺമ്യൂട്ട്. ആഗ്നസേ സ്റ്റക്കായോ? നെക്സ്റ്റ് എന്താ ആഗ്നസേ? യെസ്, ഒന്നാമത്തെ സ്വർണം എന്നുള്ളതിൻ്റെത് കാഞ്ചനം, കനകം. ആ കോളത്തിലുള്ളതിൽ നിങ്ങൾ നോക്കി തെറ്റാതെ എഴുതണം. കാഞ്ചനം, കനകം. രണ്ടാമത്തത് പക്ഷിയുടേത് വിഹഗം, പതംഗം. വിഹഗം കോമയിട്ടിട്ട് പതംഗം. കോമ അറിയാലോ? വിഹഗം, പതംഗം. നെക്സ്റ്റ് ലാസ്റ്റ് വൺ അതിലെന്താണ്? പര്യായപദത്തില് ഭൃത്യനാണ് അല്ലെ? അപ്പൊ ഭൃത്യന്റെ ഏതൊക്കെയാണ്? വേലക്കാരൻ, പരിചാരകൻ. വേലക്കാരൻ എഴുതിയിട്ട് നിങ്ങൾ കോമ ഇടുക, പരിചാരകൻ. അപ്പൊ അതിൽ നോക്കി എഴുതണേ, തെറ്റിക്കരുത്. സേറ എഴുതുന്നില്ലേ സേറ? നെക്സ്റ്റ് 3 അല്ലേ? 3 എന്താണ്? പിരിച്ചെഴുതുകയാണ് അല്ലേ? അതിന് മാതൃക തന്നിട്ടുണ്ട് നമുക്ക്. എന്താണ്? പക്ഷിയായിരുന്നു. അപ്പൊ എങ്ങനെയാ നമുക്കത് പിരിച്ചെഴുതാൻ പറ്റുക? പക്ഷി പ്ലസ് ആയിരുന്നു അല്ലേ? ഓക്കെ, പക്ഷി പ്ലസ് ആയിരുന്നു, പക്ഷിയായിരുന്നു. പക്ഷിയുടെ പ്ലസ് ഇടണേ. പക്ഷി പ്ലസ് ആയിരുന്നു. രണ്ടാമത്തത് ഒരിക്കലൊരു അല്ലെ? ഒരിക്കൽ പ്ലസ് ഒരു. എഴുതിക്കോ, ഒരിക്കൽ പ്ലസ് ഒരു. തെറ്റിക്കാതെ എഴുതണം. നിങ്ങൾ ചേർത്ത് എഴുതുന്നവർക്ക് എക്സാമിന് കുറച്ച് മിസ്റ്റേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആണ് മിസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ്? ഒരിക്കൽ പ്ലസ് ഒരു, അതാണ് ഒരിക്കലൊരു. ഓക്കെ, നെക്സ്റ്റ് മൂന്നാമത്തെ എന്താണ്? പെറുക്കിയെടുക്കാൻ. പെറുക്കിയെടുക്കാൻ എങ്ങനെ വരുവാ? ഓക്കെ, പെറുക്കി പ്ലസ് എടുക്കാൻ. എഴുതിക്കോ, പെറുക്കി പ്ലസ് എടുക്കാൻ. എഴുതി തരണ മക്കളെ മിസ്? എഴുതാൻ പറ്റുന്നില്ല നിങ്ങൾക്ക്? ഓക്കെ, എഴുതാൻ പറ്റുന്നുണ്ടോ? തെറ്റിക്കരുത്. ക്രിസ്റ്റീസിന്റെ ഒക്കെ എഴുതാൻ പറ്റുന്നില്ലേ? പെറുക്കി പ്ലസ് എടുക്കാൻ എഴുതാൻ അറിയോ? ആദ്യത്തെ എഴുതിയോ? ഒരിക്കലൊരു എന്നുള്ളത് എഴുതിയോ? ആദ്യത്തെ എങ്ങനെയാ എഴുതാ? ഒരിക്കൽ അതിലുണ്ട് അല്ലെ? ഓ, ഞാൻ എഴുതിയ പോലെ എഴുതരുത് കേട്ടാ, വൃത്തി എഴുതണേ. മിസ്സിനിയില് മൗസും ഇത്രയേ ക്ലിയർ ഉണ്ടാവുള്ളൂ. ഒരിക്കൽ
എന്നിട്ട് പ്ലസ് ഇടുക. എന്നിട്ട് എന്ത് ചെയ്തുക? ഓ സോറി, ഓ രാ എഴുതുക, ഊച്ചിന്നിടുക. ഒരിക്കൽ പ്ലസ് ഒരു, ഒരിക്കലൊരു. നെക്സ്റ്റ് പെറുക്കി പ്ലസ് എടുക്കാനാണ് അല്ലെ? പെറുക്കി. കളർ മാറ്റണോ? കളർ മാറ്റണോ? ഓക്കെ. എഴുതരാ. പെറുക്കി പ്ലസ് ഇടുക. എന്നിട്ട് എന്ത് എഴുതുക? എഴുതുക എടുക്കാൻ. എ ടാ എഴുതുക. എന്നിട്ട് ഊച്ചിന്നിടുക. എന്നിട്ട് താഴെ സ്ഥലമില്ലാത്തോണ്ട് മിസ് താഴെ എഴുതുന്നേ. ഇൻ എടുക്കാൻ. പെറുക്കി പ്ലസ് എടുക്കാനാണ് പെറുക്കിയെടുക്കാൻ. ഏതാണ് പക്ഷി? ഇത് എഴുതാൻ പറഞ്ഞേ. വിഹകം പതംഗം എന്നുള്ളതാണോ മക്കളെ? അല്ല, പക്ഷിയായിരുന്നു എന്നുള്ളതാ. എത്രാമത്തെ ഇപ്പൊ മിസ്സിന് എഴുതി തരാൻ പറഞ്ഞത്? ആരും ഇപ്പൊ ചോദിക്കുന്നില്ലല്ലോ. പക്ഷിയായിരുന്നു ഓൾറെഡി അതിലുള്ള വാക്കാണ് കേട്ടോ ടെക്സ്റ്റില്. പക്ഷി ആയതുകൊണ്ടാണ് എഴുതാഞ്ഞത്. പക്ഷി പ്ലസ് ആയിരുന്നു, പക്ഷിയായിരുന്നു. ഇത് ഒരിക്കൽ പ്ലസ് ഒരു, ഒരിക്കൽ ഒരു എന്നുള്ളത് പിരിച്ചെഴുതിയത്. നെക്സ്റ്റ് പെറുക്കി പ്ലസ് എടുക്കാൻ, പെറുക്കി എടുക്കാൻ. മനസ്സിലായോ? ക്രിസ്റ്റീസിൻഡോ എഴുതരുത് മോനെ. കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞോ മക്കളെ? ഫിനിഷ് ആയോ? ഓക്കെ, ഫിനിഷ് ആയല്ലേ? ക്രിസ്റ്റീസിൻഡോ? ഓക്കെ. അപ്പൊ നെക്സ്റ്റ് കൂട്ടിലാക്കി. എങ്ങനെയാ പിരിച്ചെഴുതുക? കൂട്ടിൽ കൂട്ടിൽ പ്ലസ് ആക്കി അല്ലേ? ഭയങ്കര കട്ടിയല്ലേ, സോറി. കൂട്ടിൽ അല്ലേ? കാ. ഇപ്പൊ കാണുന്നില്ലേ വൃത്തിക്ക്? കാണുന്നില്ല? ആർക്കാ കാണാത്തെ? ഇത്ര നല്ല കട്ടിയിൽ എഴുതിയിട്ട്. കൂട്ടിൽ പ്ലസ് ആക്കി അല്ലേ? കൂട്ടിൽ പ്ലസ് ആക്കി. കൂട്ടിൽ പ്ലസ് ആക്കിയാണ് എന്ത്? കൂട്ടിലാക്കി. എഴുതിയോ? ഓക്കെ ഓക്കെ. അപ്പൊ പിരിച്ചു എഴുതുക കംപ്ലീറ്റ് ആയി അല്ലേ? എഴുതാൻ അറിയാത്തവർ നോക്കി എഴുതണേ. ഈ ആ കഴിഞ്ഞിട്ട് ഇത് വേണ്ടുന്നതാണ്. അവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് മിസ് താഴെ ഇട്ടാണ്. നെക്സ്റ്റ് ചേർത്ത് എഴുതുകയാണ് അല്ലെ? ചേർത്ത് എഴുതുക. ഇത് എഴുതി കഴിഞ്ഞോ? all of you finish? ഫിനിഷ് ആയോ ഷംബീലെ? ഓക്കെ. ക്രിസ്റ്റീസിൻഡോ? മതിയോ? നെക്സ്റ്റ് ചേർത്ത് എഴുതുകയാണ് അല്ലെ?
ചേർത്ത് എഴുതുകയിൽ എന്താ ഉള്ളത്? തുള്ളി പ്ലസ് ചാടി എന്താവും? ചാ ഇരട്ടിക്കും അല്ലെ? തുള്ളിച്ചാടി. ചായുടെ കൂട്ടക്ഷരം. അപ്പൊ എങ്ങനെ എഴുതണ്ടേ? താഴെ എഴുതുക, എന്നിട്ട് ഊച്ചിന്നിടുക, എന്നിട്ട് ഇള്ള എഴുതുക. ഇള്ള തുള്ളി അല്ലേ? പറഞ്ഞുകൊണ്ട് എഴുതിക്കോ. തുള്ളി പ്ലസ് അല്ല, തുള്ളി എന്നുള്ളത് കൂട്ടക്ഷരാക്കോ വേണ്ട നമുക്ക് ഇനി. ഓക്കെ, തുള്ളി ഇച്ച വരും അല്ലെ? ചാ ഇച്ച. അടിയിൽ എന്തിടണം? ഇങ്ങനെ ഇടണം അല്ലെ? എന്നിട്ട് ചാ ദീർഘം. ഓക്കെ, ആ ചിഹ്നം ഇടുക. തുള്ളി ചാടി. ടാ എഴുതുക, ഈ ചിഹ്നം ഇടുക. ഓക്കെ, തുള്ളി ചാടി. തുള്ളി പ്ലസ് ചാടി, തുള്ളിച്ചാടി. നല്ല എഴുതണം കേട്ടോ. തുള്ളിച്ചാടി എഴുതി കഴിഞ്ഞോ? ചാ ഇച്ച എഴുതണേ. ഇത് ദ്വിത്വസംഖ്യയാണ്. ചാ ഇരട്ടിക്കുന്നുണ്ട് കേട്ടോ. തുള്ളിച്ചാടി. അപ്പൊ ഇത് ക്ലിയർ ചെയ്യുന്നേ, കളയുന്നേ. എല്ലാരും എഴുതി കഴിഞ്ഞോ? ഇനി എഴുതി കഴിയാത്ത ആരുണ്ട്? ഉണ്ടെങ്കിൽ ഒന്നുകൂടി ഇട്ടായിരുന്നു. തുള്ളിച്ചാടി. ഇതാ തുള്ളിച്ചാടി. കട്ടിയില്ലേ? കാണുന്നില്ലേ നിങ്ങൾക്ക്? കാണുന്നില്ലേ മക്കളെ? അപ്പൊ തുള്ളിച്ചാടി അല്ലേ? ഇനി കളയുന്നേ മിസ്. നെക്സ്റ്റ് അവിടെ പ്ലസ് ഒരു. എങ്ങനെ എഴുതുക? അവിടെ ഒരു അല്ലെ? ബോർഡില് ഇതില് സ്ക്രീനിൽ എഴുതണ്ട. അവിടെ യോ യോ ആവും അല്ലേ? ഓക്കെ, യാ എഴുതണം. ഓക്കെ, ഓ ചിഹ്നം ഇട്ടിട്ട് യാ. അവിടെ യോ ഉണ്ടോ? എ എന്ന ചിഹ്നോട്ടു യാ എഴുതി ആ എന്നിട്ട് ചിഹ്നോട്ടു. അവിടെ യോ രു ഊച്ചിട്ട്. ഓക്കെ, അവിടെ ഒരു. അവിടെ പ്ലസ് ഒരു. അവിടെ ഒരു. അപ്പൊ ഇതിൽ രണ്ടിലും ഉണ്ട്. എഴുതി തന്നുണ്ട് അല്ലെ? ഇത്ര ബുദ്ധിമുട്ടിനി ഇപ്പൊ നിങ്ങൾക്ക് പറഞ്ഞുകൂടിയത്. നെക്സ്റ്റ് സ്വന്തമാക്കിയാൽ. സ്വന്തം പ്ലസ് ആക്കിയാൽ എന്നത് എങ്ങനെയാ വരുക? സ്വന്തമാക്കിയാൽ വരും അല്ലെ? എഴുതാ നമുക്കത്. സ്വന്തമാക്കിയാൽ. സോ സാ സോ എന്താ മാ അല്ലെ? മാ എഴുതിട്ട് ആ ചിഹ്നം ഇടുക. എന്നിട്ട് എന്ത് എഴുതണം? ഇക്ക. അവിടെ മാത്രമേ മാറ്റം വരുന്നുള്ളൂ. ആ മാത് സ്വന്തമാക്കിയാൽ നില മാക്കിയാൽ നായി അല്ലേ? യാ ഇൽ. ഓക്കെ, സ്വന്തമാക്കിയാൽ. കണ്ടോ എല്ലാവരും? എഴുതിയ മക്കളെ? സ്വന്തമാക്കിയാൽ. നെക്സ്റ്റ് അടുത്തത് പഠിക്കാൻ പ്ലസ് ഉണ്ട്. എങ്ങനെ എഴുതും? പഠിക്കാനുണ്ട് അല്ലേ? വള്ളി പഠിക്കാനു ഊച്ചിനോടണം അല്ലെ? ഞാൻ എഴുതിയിട്ട് ഊച്ചിന്. എന്നിട്ട് ഉണ്ടാ. പഠിക്കാനുണ്ട്. പഠിക്കാൻ പ്ലസ് ഉണ്ട്. പഠിക്കാനുണ്ട്. നെക്സ്റ്റ് എന്താ? അഞ്ചാമത്തെ വർക്ക്. ഇത് എഴുതി കഴിഞ്ഞു എല്ലാവർക്കും? നെക്സ്റ്റ് അഞ്ചാമത്തത് മാതൃക പോലെ എഴുതാം. ഭൃത്യൻ ഭൃത്യൻ ഭൃത്യന്മാർ ഉണ്ട് അല്ലെ? ഭൃത്യൻ ഭൃത്യന്മാർ. നെക്സ്റ്റ് മന്ത്രി എന്താണാവും? യെസ്, ഓക്കെ, എഴുതിക്കോ. മന്ത്രി മന്ത്രിമാർ. എഴുതരണോ?
എഴുതി കഴിഞ്ഞോ? ഓക്കെ. മന്ത്രിമാർ തെറ്റിക്കാതെ എഴുതണം. മാ എഴുതണം. മന്ത്രി മാ അല്ലേ? മന്ത്രിമാർ. നെക്സ്റ്റ് എന്താണ് വരുക? വേടൻ. വേടന്മാർ. വേടന്മാർ. തെറ്റിക്കരുത് മക്കളെ എഴുതുമ്പം. വേടന്മാർ അല്ലേ? എല്ലാം എഴുതിയോ? എല്ലാവരും എഴുതുന്നുണ്ടോ? എല്ലാവരും ആ എഴുതാത്ത കുട്ടികളെ നോക്കി എഴുതണം, തെറ്റിക്കരുത്. അപ്പൊ മന്ത്രിമാർ, വേടന്മാർ അല്ലെ? അടുത്ത എന്താണ്? വേടന്മാർ. നെക്സ്റ്റ് എന്താണ്? പണ്ഡിതന്മാർ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് എഴുതാത്ത കുട്ടികൾ എഴുതി വേഗം. ക്രിസ്റ്റീസിന്റെ എഴുതിയോ മോനെ? കാണുന്നില്ലേ? ഇല്ലേ? ഓക്കെ. അപ്പൊ എഴുതിക്കോ. കാണുന്നില്ലേ? ക്രിസ്റ്റിക്ക് കാണുന്നില്ലേ? ക്രിസ്റ്റി മിസ് എഴുതി കഴിഞ്ഞു. മിസ് എഴുതി കഴിഞ്ഞു. മിസ് എഴുതി കഴിഞ്ഞു. ഓക്കെ, ക്ലിയർ ചെയ്യുന്നു. അപ്പൊ നെക്സ്റ്റ് അത് എഴുതിയോ? പണ്ഡിതന്മാർ. പക്ഷി, പക്ഷി, പക്ഷികൾ, പക്ഷി. തൂവലുകൾ, തൂവൽ. മരങ്ങൾ, മരം. കഥകൾ, കഥ. അങ്ങനെയാണ് എഴുതേണ്ടത്. അപ്പൊ പണ്ഡിതൻ, പണ്ഡിതന്മാരാണ് ഇപ്പൊ ഞാൻ എഴുതുന്നത്, ശ്രദ്ധിച്ചോ. പണ്ഡിതന്മാർ. പണ്ഡിതന്മാർ. പാണ്ടി താ ഇൻ മാർ. പണ്ഡിതന്മാർ അല്ലേ? പണ്ഡിതന്മാർ. നെക്സ്റ്റ് എന്താണ്? അടുത്തത് വേറൊരു മാതൃകയിൽ എങ്ങനെയാ? കുറെ തന്നു, പക്ഷികൾ എന്ന് തന്നു. അപ്പൊ ഒരു പക്ഷിയുടെ കാര്യം എഴുതണം നമ്മൾ അല്ലെ? പക്ഷി. ഇതെന്തിനാ എല്ലാരും മ്യൂട്ട് ചെയ്ത് നോക്കുന്നേ? അല്ല, വീഡിയോ ഓഫ് ചെയ്ത് നോക്കുന്നേ? അപ്പൊ നെക്സ്റ്റ് പക്ഷികൾ, പക്ഷിയുണ്ട്. തൂവലുകൾ, തൂവൽ. തൂവലുകൾ എങ്ങനെയാ എഴുതേണ്ടത്? തൂവൽ. എഴുതിയ മോളേത്? തൂവൽ. നെക്സ്റ്റ് മരങ്ങൾ, മരം. ഇപ്പൊ കൊറേ എണ്ണത്തിന് ഞാൻ എന്ത് പറയാ? കൊറേ മരം ഉണ്ടെങ്കിലാണ് അതിനെ മരങ്ങൾ എന്ന് പറയുക. ഇത് ഒറ്റെണ്ണം ആണെങ്കിലോ മരം അല്ലേ? കഥകൾ. കൊറേ ഉണ്ടെങ്കിൽ എന്താണ്? ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ എന്താവുക? കഥകൾ അല്ലെ? ഒരെണ്ണാണ് കഥ. ഓക്കെ, കഥ അല്ലേ? അതുപോലെ തന്നെയാണ് നമ്മൾ നേരത്തെ എഴുതിയത്. എങ്ങനെ? പണ്ഡിതൻ, പണ്ഡിതന്മാർ. അത് നേരെ തിരിച്ചു വന്നു. ഇത് പണ്ഡിതൻ, പണ്ഡിതന്മാർ. ഇവിടെ കഥ, കഥകൾ എന്നുള്ളത് കഥകൾ, കഥ. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇത് കംപ്ലീറ്റ് ചെയ്യോ? ഓക്കെ. അപ്പൊ ഒരെണ്ണം മാത്രാണെങ്കിൽ എങ്ങനെ വരും? പണ്ഡിതൻ. ഒരാള് മാത്രമേ ഉള്ളൂ അല്ലെ? അപ്പൊ കുറെ പേരുണ്ടെങ്കിൽ എന്താ? പണ്ഡിതന്മാർ. ഓക്കെ. അപ്പൊ നെക്സ്റ്റ് കഥയിലെ സംഭവങ്ങൾ ക്രമത്തിലാക്കാം. അടുത്തത് എങ്ങനെ കഥയിലെ സംഭവങ്ങൾ ക്രമത്തിലാക്കുക? ഒന്ന് നോക്കിയേ. ഏതാ ഫസ്റ്റ് വൺ വരുവാ? ഒരു നാലാമത്തേത്. ഓക്കെ, ഫസ്റ്റ് വൺ ഏതാ വരും? എല്ലാരും എഴുതി കഴിഞ്ഞോ? നോട്ടിലും എഴുതിയോ? നോട്ടിലും ടെക്സ്റ്റിലും എഴുതാത്തവർ ഇപ്പൊ എത്ര കുട്ടികളുണ്ട്? ഇപ്പൊ മിസ് എഴുതി തന്നത് എഴുതാത്ത കുട്ടികൾ എത്ര പേരുണ്ട്? രണ്ടിലും എഴുതിയോ?
ഞാൻ എല്ലാരെയും ചെക്ക് ചെയ്യുവേ വീട്ടിൽ വന്നിട്ട് ഇന്ന്. ആരും എഴുതാത്തവരുണ്ടോ? ഓക്കെ. അൽനാഗസ്റ്റിന് അല്ലേ? നോട്ടിൽ എഴുതിയില്ല. എന്നാ ഇന്ന് തന്നെ നോട്ടിൽ എഴുതണം എഴുതാത്തവര്. ഓക്കെ. വേറെ ഇന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്ത് മിസ്സിന് ഫോട്ടോ ഇട്ട് തരണം. അപ്പൊ ഇനി ആറാമത്തെ നോട്ടിൽ എഴുതണ്ട. ആറാമത്തത്, വേടൻ വല വച്ച് പക്ഷിയെ പിടിക്കാൻ ശ്രമിച്ചു. 2, അയാൾ ആ സ്വർണം പെറുക്കിയെടുക്കാൻ തുടങ്ങി. ഒടുവിൽ രാജാവിന്റെ തിരുമുമ്പിൽ പക്ഷിയെ സമർപ്പിച്ചു. ഒരു മരത്തിൽ സ്വർണ്ണത്തൂവലോടുകൂടിയ ഒരു പക്ഷി വസിച്ചിരുന്നു. രാജാവും ഭൃത്യന്മാരും മൂക്കത്ത് വിരൽ വെച്ചു നിന്നുപോയി. അതിന്റെ കാഷ്ടം നിലത്ത് വീഴുമ്പോൾ സ്വർണമാകും. ഫസ്റ്റ് വൺ ഏതാണ് വരുക അതില്? ഫസ്റ്റ് വൺ അതിൽ ഏതാണ് വരുക? ഏതാ വരുക ശ്രീദേവേ? ഒരു മരത്തിൽ സ്വർണ്ണ തൂവലോട് കൂടിയ ഒരു പക്ഷി വസിച്ചിരുന്നു. ഓക്കെ, കറക്റ്റ്. അപ്പൊ ഒരു മരത്തിൽ സ്വർണ്ണത്തോവലോട് കൂടിയ ഒരു പക്ഷി വസിച്ചിരുന്നു അല്ലെ? അതാണ് ഫസ്റ്റ് വൺ അല്ലെ? ആദ്യം വസിക്കണല്ലോ. അപ്പൊ രണ്ടാമത്തത് എന്താണ് വരുക? രണ്ടാമത്തത് എന്താ എബിൻ ബിജു വരുക? എബിൻ ബിജു, നിലത്ത് വീഴുമ്പോൾ സ്വർണ്ണമാകും. അതിന്റെ കാഷ്ടം നിലത്ത് വീഴുമ്പോൾ സ്വർണമാകും അല്ലെ? നെക്സ്റ്റ് മൂന്നാമത്തത് ഏതാ വരുക? കൃപാമേരി, അയാൾ ആ സ്വർണം പെറുക്കിയെടുക്കാൻ തുടങ്ങി. അയാൾ ആ സ്വർണം പെറുക്കിയെടുക്കാൻ തുടങ്ങി അല്ലെ? അയാൾ ആ സ്വർണം പെറുക്കിയെടുക്കാൻ തുടങ്ങി, അതാണ് വരുക അല്ലെ? നെക്സ്റ്റ്, അപ്പൊ നമ്പർ ഇടണേ നിങ്ങള്. 1, 2, 3 അങ്ങനെ 3 ഇപ്പൊ നമ്മൾ പറഞ്ഞു. ഒന്നാമത്തത് ഒരു മരത്തിൽ സ്വർണ്ണത്തൂവലോടുകൂടിയ ഒരു പക്ഷി വസിച്ചിരുന്നു. 2, അതിന്റെ കാഷ്ടം നിലത്ത് വീഴുമ്പോൾ സ്വർണമാകും. 3, അയാൾ ആ സ്വർണം പെറുക്കിയെടുക്കാൻ തുടങ്ങി. നാലാമത്തെ ഏതാ വരുക? നാലാമത്തെ ഏതാ വരുക ആദിദേവേ? വേടൻ വല വച്ച് പക്ഷിയെ പിടിക്കാൻ ശ്രമിച്ചു. വേടൻ വല വെച്ച് പക്ഷിയെ പിടിക്കാൻ ശ്രമിച്ചു അല്ലെ? 4. നെക്സ്റ്റ്, അപ്പൊ 4 നമ്പർ ഇട്ടു അതില്. നെക്സ്റ്റ് അഞ്ചാമത്തത് എന്താ വരുക? അഞ്ചാമത്തത് ദേവാഞ്ജന, ഒടുവിൽ രാജാവിന്റെ തിരുമുമ്പിൽ പക്ഷിയെ സമർപ്പിച്ചു. ഒടുവിൽ രാജാവിന്റെ തിരുമുമ്പിൽ പക്ഷിയെ സമർപ്പിച്ചു അല്ലെ? ഓക്കെ, കറക്റ്റ്. നെക്സ്റ്റ് ആറാമത്തതാണ് നമുക്ക് പറയേണ്ടത് അല്ലെ? ലാസ്റ്റ് വൺ. ആറാമത്തെ പറയുന്നത്? ഓക്കെ, ആൻഡ്രോസ്. ഓക്കെ, എന്താ ആൻഡ്രോസ്? അതിന്റെ കാഷ്ടം നോ. ഏതാണ് വരുക? ആറാമത്തത് രാജാവും മൂക്കത്ത് വെച്ച് നിന്നുപോയി. അതാണ് കറക്റ്റ്. രാജാവും ഭൃത്യന്മാരും മൂക്കത്ത് വിരൽ വെച്ച് നിന്നുപോയി അല്ലെ? അപ്പൊ 6 നിങ്ങൾക്ക് ഓർഡറായി കിട്ടിയല്ലോ. എന്തൊക്കെയാണ് കഥയിലെ സംഭവങ്ങൾ ക്രമത്തില്? ആദ്യം എന്താ? ഒരു മരത്തിൽ സ്വർണ്ണത്തൂവലോട് കൂടിയ ഒരു പക്ഷി വസിച്ചിരുന്നു. അതിന്റെ കാഷ്ടം നിലത്ത് വീഴുമ്പോൾ സ്വർണമാകും. അയാൾ ആ സ്വർണം പെറുക്കിയെടുക്കാൻ തുടങ്ങി. വേടൻ വല വെച്ച് പക്ഷിയെ പിടിക്കാൻ ശ്രമിച്ചു. ഒടുവിൽ രാജാവിന്റെ തിരുമുമ്പിൽ പക്ഷിയെ സമർപ്പിച്ചു. രാജാവും ഭൃത്യന്മാരും മൂക്കത്ത് വിരൽ വെച്ച് നിന്നുപോയി. ഓക്കെ, കറക്റ്റ്. നിങ്ങൾ എഴുതിയല്ലോ. എല്ലാ മക്കളും എഴുതുന്നുണ്ടോ ഇത്? കുറെ പേര് എഴുതിയിട്ട് എനിക്ക് ഇത് കാണിക്കുന്നുണ്ട് എഴുതിയത്. അപ്പൊ നെക്സ്റ്റ് 7 എന്താ? ചോദ്യങ്ങൾ തയ്യാറാക്കാം എന്നാണ് അല്ലെ? താഴെ ചേർത്തിരിക്കുന്ന വാക്യങ്ങൾ ഉത്തരമായി വരുന്ന ചോദ്യങ്ങൾ ഉണ്ടാക്കും. സാധാരണ നമ്മൾ എന്താ ചെയ്തേ?
ക്വസ്റ്റ്യൻ ഉണ്ടായിട്ട് ആൻസർ ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇതില് ആദ്യം ഇങ്ങനെ ഒന്നും കൂടെ വന്നിട്ടുണ്ട്. തൂവലോടുകൂടിയ പക്ഷിയാണ് മരത്തിൽ വസിച്ചിരുന്നത്. അന്നേരം എന്താ അതിന്റെ ചോദ്യം വരുക? അതിന്റെ ചോദ്യം എന്താണ് വരുക? ആരോൺ കെ അജിത്ത്, എല്ലാരും കണ്ടുപിടിച്ച ഓരോന്ന്. ആരോണേ ഒന്ന് അൺമ്യൂട്ട് ചെയ്യടാ. എന്താണ് അതിന് ക്വസ്റ്റ്യൻ വരുക? സ്വർണ്ണ തൂവലോടുകൂടിയ പക്ഷിയാണ് മരത്തിൽ വസിച്ചിരുന്നത് എന്നാണ് ആൻസർ. അപ്പൊ അതിന്റെ ക്വസ്റ്റ്യൻ എങ്ങനെ വരും? എങ്ങനെയുള്ള പക്ഷിയാണ് മരത്തിൽ വസിച്ചിരുന്നത്? ഗുഡ്. എങ്ങനെയുള്ള പക്ഷിയാണ് മരത്തിൽ വസിച്ചിരുന്നത്, അതാണ് ക്വസ്റ്റ്യൻ. അതിന്റെ ആൻസർ എന്താണ്? സ്വർണ്ണത്തൂവലോടുകൂടിയ പക്ഷിയാണ് മരത്തിൽ വസിച്ചിരുന്നത് എന്നല്ലേ. രണ്ടാമത്തത്, രാജാവിന്റെ മുമ്പിലാണ് പക്ഷിയെ സമർപ്പിച്ചത്. എന്താണ് അതിന്റെ ക്വസ്റ്റ്യൻ വരുക? മുഹമ്മദ് നിഹാൽ. ആരുടെ മുമ്പിലാണ് പക്ഷിയെ സമർപ്പിച്ചത്? മുഹമ്മദ് നിഹാൽ ആണ് പറഞ്ഞത്. ആരാണ് പറഞ്ഞത്? ഓക്കെ. ആരുടെ മുന്നിലാണ് പക്ഷിയെ സമർപ്പിച്ചത് എന്നാണ് ക്വസ്റ്റ്യൻ അല്ലെ. എന്നാലാണ് എന്ത് ആൻസർ? രാജാവിന്റെ മുമ്പിലാണ് പക്ഷിയെ സമർപ്പിച്ചത്. അപ്പൊ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ആൻസർ, ഭൃത്യൻ പക്ഷിയെ ആകാശത്തേക്ക് പറത്തുവിടുകയാണ് ചെയ്തത്. ഭൃത്യൻ പക്ഷിയെ ആകാശത്തേക്ക് പറത്തിവിടുകയാണ് ചെയ്തത്. എന്താ അതിന്റെ ആൻസർ? അല്ല ക്വസ്റ്റ്യൻ വരുക എന്താ വരുക? നിഹാലെ, നിഹാൽ നേരത്തെ പറഞ്ഞിട്ടല്ല. നിഹാല് പോയോ? ഇവിടെ വെയിറ്റിംഗിലാണല്ലോ കുറെ പേര് പറയാൻ. ഓക്കെ, നെക്സ്റ്റ് സൂര്യദേവ് ഒന്ന് പറഞ്ഞേ. സൂര്യദേവ്. ആദ്യം അൺമ്യൂട്ട് ചെയ്യുമോനെ. ഭൃത്യൻ പക്ഷിയെ ആകാശത്തേക്ക് പറത്തി വിടുകയാണ് ചെയ്തത്. അതിന് ചോദ്യം എന്താണ്? അൺമ്യൂട്ട് ചെയ്യുമോനെ. ഉത്തരം, ഭൃത്യൻ പക്ഷിയെ ആകാശത്തേക്ക് പറത്തി വിടുകയാണ് ചെയ്തത്. എന്താ അതിന്റെ ചോദ്യം? എങ്ങനെയാ അതിന്റെ ചോദ്യം ഉണ്ടാക്കുക? കൊറേ പേര് ഇതാ വെയിറ്റിംഗ്, കൈ പൊക്കിയിട്ട് നിക്കേന്ന്. ഞാൻ പറയാന്ന് പറഞ്ഞ. സൂര്യദേവിക്ക് മനസ്സിലായില്ല ചോദ്യം? എങ്ങോട്ടാണ് അല്ലെ? ഭൃത്യൻ പക്ഷിയെ എങ്ങോട്ടാണ് പറത്തിവിട്ടത്? അതിന്റെ അല്ലേ ആൻസർ വരുവാ. എവിടേക്കാ പറത്തിവിട്ടത് എന്ന് ചോദിച്ചാലല്ലേ നമുക്ക് ആൻസർ ഭൃത്യൻ പക്ഷിയെ ആകാശത്തേക്ക് പറത്തിവിടുകയാണ് ചെയ്തത് എന്ന് പറയാൻ പറ്റൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? അതെല്ലാം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തില്ലേ മക്കളെ ടെക്സ്റ്റില്? ഓക്കെ. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ എഴുതേണ്ടത് നമ്മൾ? അതിന്റെ ക്വസ്റ്റ്യൻ, എങ്ങനെയുള്ള പക്ഷിയാണ് മരത്തിൽ വസിച്ചിരുന്നത് എന്നാണ് ചോദ്യം വേണ്ടത്. അതിന്റെ ഉത്തരാണ് അത്. അപ്പൊ ഏത്? സ്വർണ്ണ തൂവലോടുകൂടിയ പക്ഷിയാണ് മരത്തിൽ വസിച്ചിരുന്നത് അല്ലെ. അത് എഴുതിയോ നിങ്ങള്? രണ്ടാമത്തത്, ആരുടെ മുമ്പിലാണ് പക്ഷിയെ സമർപ്പിച്ചത്? അതിന്റെ ആൻസർ ആണ് രാജാവിന്റെ മുമ്പിലാണ് പക്ഷിയെ സമർപ്പിച്ചത്. അപ്പൊ നിങ്ങൾ ഡാഷിലെടുത്ത് ആരുടെ മുമ്പിലാണ് പക്ഷിയെ സമർപ്പിച്ചത് എന്ന് എഴുതണം. നെക്സ്റ്റ് മൂന്നാമത്തെ എന്താണ്? ഭൃത്യൻ പക്ഷിയെ എങ്ങോട്ടാണ് പറത്തിവിട്ടത്? എങ്ങോട്ടാ പറത്തിവിട്ടത്? ഭൃത്യൻ പക്ഷിയെ ആകാശത്തേക്കാണ് പറത്തിവിട്ടത് അല്ലെ. പറത്തിവിടുകയാണ് ചെയ്തത്. എന്താ ആഗ്നസേ? ആഗ്നസിന്റെ ഒരു കുഞ്ഞാവ് എന്തിനോ കൈവെക്കുന്നുണ്ടല്ലോ മിസ്സിനോട്. ആണെങ്കിൽ മിസ് എഴുതിയിട്ട് സെൻഡ് ചെയ്ത് തരാം. ഓക്കെ. അപ്പൊ ഉത്തരം എഴുതുക എന്നുള്ളത് എന്ത് കണ്ടിട്ടാണ് വേടനെ, ഇപ്പൊ നമ്മുടെ സമയം തീരാറായി, അതുകൊണ്ട് കട്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ ക്ലാസ്. അപ്പൊ എന്ത് കണ്ടിട്ടാണ് വേടനെ ആശ്ചര്യം തോന്നിയത്? നിങ്ങൾക്കറിയാലോ ആൻസർ. എന്ത് കണ്ടിട്ടാണ്? പറ ദേവാഞ്ജന, പറ. ദേവാഞ്ജന പ്ലീസ് അൺമ്യൂട്ട്. എന്ത് കണ്ടിട്ടാണ് വേടന് ആശ്ചര്യം ഉണ്ടായത്?
ആ മരത്തിന്റെ താഴെ സ്വർണം കണ്ടിട്ടാണ് വേടൻ ആശ്ചര്യം തോന്നിയത്. ഓക്കെ, മരത്തിന് താഴെ സ്വർണം ചിതറിക്കിടക്കുന്നത് കണ്ടിട്ടാണ് വേടന് ആശ്ചര്യം തോന്നിയത്. നെക്സ്റ്റ് രണ്ടാമത്തത് എന്താണ്? വേടൻ സന്തോഷത്താൽ തുള്ളിച്ചാടാൻ കാരണമെന്ത്? എന്താണ് സേറ? എന്തിനാണ് വേടൻ സന്തോഷത്താൽ തുള്ളിച്ചാടിയത്? സേറ എവിടെയോ ആണ്, ക്ലാസ്സിലൊന്നല്ല. അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞു. ഞാൻ പറയാം. സേറ അൺമ്യൂട്ട് എങ്ങനെയാ സ്വർണം? നല്ല വൃത്തി ആൻസർ ചെയ്യറാ. എങ്ങനെയാ ആൻസർ ചെയ്യേണ്ട ആൻഡ്രോസേ? നമ്മളെ ക്ലാസ് ഇനിയിപ്പോ നമുക്ക് അടുത്ത ദിവസം ഏതായാലും പറയാതെ അല്ലെ. 1 മിനിറ്റേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ.